हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 7-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗമസക്തഃ സ വിശിഷ്യതേ. പഞ്ചേന്ദ്രിയങ്ങളോടൊപ്പം നെഞ്ചകം തെല്ലടക്കിയോൻ ഫലത്തിൽ കൊതിയില്ലാതെ ചരിച്ചാലോ വിശിഷ്ടനാം. നമ്മൾ പറഞ്ഞു ശാരീരിക നിയന്ത്രണം കുറച്ചൊക്കെ സാധിക്കുമെങ്കിലും മനസ്സംയമനം കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിവരിച്ചു കൊടുക്കുകയാണ്. തു യഹ അർജുന ഇന്ദ്രിയാണി മനസാ നിയമ്യ അസക്തഃ കർമ്മേന്ദ്രിയൈഃ കർമ്മയോഗമാരഭതേ സഹ വിശിഷ്യതേ. ആരാണോ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ആസക്തി കൂടാതെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുന്നത് അവൻ വിശിഷ്ടനാകുന്നു. എങ്ങനെയാണ് മനസ്സംയമനം കിട്ടുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ബാഹ്യപ്രപഞ്ചത്തിലുള്ള വിഷയങ്ങളൊക്കെ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഗ്രഹിക്കും, എന്നിട്ട് മനസ്സ് പ്രവർത്തിക്കും. അപ്പോൾ ഈ മനസ്സ് എല്ലാ വിഷയങ്ങളെയും ഗ്രഹിച്ച് ചിലപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ വിളിച്ചോടത്തേക്ക് മനസ്സ് വരില്ല. അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര കോൺസെൻട്രേഷനോടുകൂടെ ചെയ്യും അല്ലേ. ചില കാര്യങ്ങളിൽ നമുക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. അത് മനസ്സ് അതിലേക്ക് വരാത്തത് കൊണ്ടാണ്. അപ്പം ശാരീരിക നിയന്ത്രണം എല്ലാവർക്കും വേണമെങ്കിൽ സാധിക്കാം, പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കർമ്മം ചെയ്യണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആരാണോ ഈ ലക്ഷ്യബോധത്തോടെ ഇന്ദ്രിയങ്ങളെ അടക്കി ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നത്, അതായത് ഒന്നിനോട് അമിതമായ ആസക്തിയില്ല, ഞാൻ ആ കർമ്മം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടൊരു ദേഷ്യവുമില്ല, അങ്ങനെ ശപിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഈശ്വരാർപ്പണമായിട്ട് എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന നിലയ്ക്ക് കർമ്മം ചെയ്യുന്നുണ്ടോ, ഒരു കാര്യത്തോടും പ്രത്യേകിച്ചൊരു മമതയില്ല, ഒരു കാര്യത്തോടും പ്രത്യേകിച്ചൊരു വിരക്തിയുമില്ല, അങ്ങനെ കർമ്മം ചെയ്യൂ. അങ്ങനെയാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുവരുന്നത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. എന്താ കാരണം? നമ്മളുടെ വിചാരം നമ്മളത് ചെയ്താലേ ശരിയാവുള്ളൂ, വേറൊരാൾ ഇത് ചെയ്താൽ ശരിയാവില്ല. അതാണ് നമുക്കതിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു ആസക്തി വരുന്നത്. അത് തെറ്റാണ്, അത് ആസക്തിയാണ്. ഞാൻ മാത്രം ഞാൻ ഇത് വിചാരിക്കുകയാണ്, ഈ ഭഗവത്ഗീത ഞാൻ മാത്രം പറഞ്ഞാലേ ശരിയാവുള്ളൂ, വേറെ ആര് പറഞ്ഞാലും ഇത് ശരിയാവില്ല എന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നത് എൻ്റെ അഹങ്കാരമാണ്, ഞാനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിനോട് ആസക്തി പഠിപ്പിക്കുമ്പോഴും നമുക്ക് തോന്നും ഞാൻ മാത്രം പഠിപ്പിച്ചാലേ ഇത് ശരിയാവും. അല്ല, ലോകത്തിൽ എത്രയോ നല്ല നല്ല ആൾക്കാരുണ്ട്. ഓരോരുത്തരെയും വിചാരങ്ങളാണ് അങ്ങനെ, ഞാനാണ് നല്ലത്, ദ ബെസ്റ്റ് എന്ന്. അല്ല, നമ്മളുടെ വെറും ഒരു മൂഢത്വമാണ്. എത്രയോ നല്ല ആൾക്കാർ നമ്മളെക്കാൾ ഉണ്ട് എന്നുള്ളത് വേണം നമ്മൾ ആദ്യം ചിന്തിക്കാൻ. മറ്റേത് ചില ആൾക്കാർക്ക് ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല, ചില വെറുപ്പായിരിക്കും ചിലപ്പോൾ. അതും പാടില്ല, ആസക്തിയും പാടില്ല, വെറുപ്പും പാടില്ല. ചില വിഷയങ്ങൾ അങ്ങനെയല്ലേ കുട്ടികൾക്ക്. ഇവിടെ വരുന്ന മിക്കവാറും പിള്ളേരെല്ലാം പറയും, മിസ്സേ മാത്സ് ഞങ്ങൾക്ക് ഭയങ്കര വെറുപ്പാണ്. അപ്പം ഞാൻ പറയും 10 ദിവസം എൻ്റെ അടുത്ത് പഠിച്ചോ, എന്നിട്ട് നിങ്ങളോട് ഞാൻ ഇതേ ചോദ്യം വീണ്ടും ചോദിക്കാം, നിങ്ങൾക്ക് വെറുപ്പാണോ, മാത്സ് വെറുപ്പാണോ? അപ്പോൾ നിങ്ങളെന്താ ഉത്തരം പറയാമെന്ന്. മിക്കവാറും എല്ലാവരും തന്നെ അത് മിസ്സേ ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞിട്ടേ പോവാറുള്ളൂ, അല്ലാണ്ട് വെറുപ്പെന്ന് പറഞ്ഞ് പോകുന്നില്ല. പക്ഷെ ഞാനതും എൻ്റെ ഒരു അഹങ്കാരമായിട്ട് ഞാൻ കൂട്ടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് മനസ്സിലാവുന്നു, അത്രയേ ഉള്ളൂ. ഇതിനേക്കാൾ നന്നായി പറഞ്ഞു കൊടുക്കുന്ന എത്രയോ പേരുണ്ടാവും, അതെനിക്കറിയാം. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ഇത് വിഷമം തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്കും വിഷമമായില്ലേ ഇത് കേൾക്കുമ്പോൾ. അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അർജുന, ഈ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിച്ച് കർമ്മയോഗം ചെയ്യണം.
ഒരു നമ്മൾക്കിങ്ങനെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുമ്പോഴേ ധാരാളം എനർജി ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. ധാരാളം എനർജി കിട്ടും. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഊർജ്ജ സംരക്ഷണം ഒന്നിന്ന് ഒന്നിലേക്ക് തിരിച്ചുവിടാൻ മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലും ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ ഈ കിട്ടുന്ന എനർജി മുഴുവനും അതിൻ്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് നല്ലൊരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഗുണപ്രദമായിട്ടുള്ള കർമ്മരംഗത്തേക്ക് തിരിച്ചുവിടൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ വല്ല സ്ഫോടനം നടക്കുന്ന മാതിരിയൊക്കെ ഈ എനർജി മുഴുവൻ എവിടേക്ക് പോവും? ഇതിനെ വേറൊരു രീതിയിലേക്ക് തിരിച്ചുവിടണം. അപ്പോൾ ഫലപ്രദമായിട്ട് ഗുണമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഊർജ്ജത്തെ മുഴുവൻ ഉപയോഗിക്കൂ. അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്നിലും ആസക്തിയില്ലാതെ കർമ്മം ചെയ്യൂ. ഇനി 8ാമത്തെ ശ്ലോകമാണ്. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹ്യ കർമ്മണ ശരീരയാത്രാഭിചത്തെ ന പ്രസിദ്ധേത കർമ്മണ. കർമ്മം ചെയ്യാതിരിക്കേക്കാൾ കർമ്മം ചെയ്യുന്നതുത്തമം. കർമ്മം ചെയ്യാതിരുന്നെന്നാൽ ജീവിതം സാധ്യമാകുമോ? നിയതം കർമ്മഃ ത്വം കുരു. നിന്നാൽ വിധിക്കപ്പെട്ട കർമ്മം, നീ ചെയ്യേണ്ട കർമ്മങ്ങൾ നീ തന്നെ ചെയ്യുക. എന്തെന്നാൽ കർമ്മ അകർമ്മണജ്യായ, കർമ്മം അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അകർമ്മണഃ തേ, കർമ്മം ചെയ്യാതിരുന്നാലോ ശരീരയാത്ര അഭിച്ച ന പ്രസിദ്ധേത്, ശരീര സംരക്ഷണം പോലും നമുക്ക് സാധ്യമാവില്ല. അപ്പം നിന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട്, അത് നീ ചെയ്തേ പറ്റൂ. ഇവിടെ കുറച്ചിങ്ങനെ എന്താ പറയുക, എന്തായാലും ചെയ്യണം എന്ന് ഉറപ്പിച്ച് പറയാണ് അർജുനനോട്. നിൻ്റെ കർമ്മമാണത്, നീ ഇത് ചെയ്ത് പറ്റൂ. കാരണം എന്താണ്, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കുറേ ബാണക്കെട്ടുകളുണ്ടല്ലോ ഓരോ ജന്മത്തിലും. ആ പൂർവ്വജന്മങ്ങളിൽ നിന്ന് നമ്മൾ സമ്പാദിച്ച് കൊണ്ടുവന്നിട്ടുള്ള കർമ്മങ്ങൾ മുഴുവനും ഈ ജന്മത്തിൽ ഒടുങ്ങി എരിഞ്ഞ് തീരണം. അങ്ങനെ കിട്ടുന്ന കർമ്മങ്ങളാണ് ഈ പ്രാരബ്ധ കർമ്മങ്ങൾ. അപ്പോൾ എങ്ങനെയായാലും ആ പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മൾ ഒടുക്കിയേ പറ്റുള്ളൂ, കയ്യിൽ നിന്ന് തീർത്തേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ഒരു പുനർജന്മവും ഇല്ലാതിരിക്കുള്ളൂ. അതുകൊണ്ട് ആ കർമ്മങ്ങൾ തീരണ്ടേ? എന്ത് ചെയ്യും? തീർന്നാൽ പഠിച്ചാലല്ലേ മാർക്ക് കിട്ടുള്ളൂ. അതേപോലെ പഠിക്കാതെ ഇരുന്നാൽ മാർക്ക് കിട്ടില്ലല്ലോ. അതേപോലെ ഇത് നിൻ്റെ കർമ്മമാണ്. പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ കർമ്മമാണ്. അതുപോലെ ഇത് നിൻ്റെ കർമ്മമാണ്. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ മുഴുവനായിട്ടും എരിഞ്ഞ് തീരണം. എന്നാലേ നീ നൈഷ്കമ്യ കർമ്മത്തിൽ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ നീ ഒരു സ്ഥിതപ്രജ്ഞനാവുള്ളൂ, ധർമ്മനിഷ്ഠനാവുള്ളൂ, ബ്രഹ്മനിഷ്ഠനാവുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും, ഈ കർമ്മം മുഴുവൻ തീർന്നിട്ടില്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനം വീണ്ടും നിനക്ക് നിരാശ മാത്രമായിരിക്കും ഫലം. അവസാനം വയസ്സുകാലത്ത് നമ്മളെ ഇടയ്ക്ക് ചോദിക്കും, നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ നേടിയത്? എന്തൊക്കെയോ ഭഗവാൻ നിയോഗിച്ചു ആ കർമ്മങ്ങൾ അല്ലേ. നമ്മുടെ ബാല്യം മുതലൊന്ന് ആലോചിച്ച് നോക്കൂ. ബാല്യം കഴിഞ്ഞു, അപ്പോഴും എന്തൊക്കെയോ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് യൗവനം, ഓരോ ദിശകളിലും. ഇപ്പം നമ്മളൊക്കെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുകയാണ്. ഇത്രയും കാലം കൊണ്ട് ഞാൻ എന്ത് നേടി ചോദിച്ചാൽ ചിലർ പറയും ചിലപ്പോൾ ഞാൻ കുറേ സമ്പത്ത് നേടിയിട്ടുണ്ട്, സ്വത്ത് നേടിയിട്ടുണ്ട്, ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന്. അതൊന്നും ഇപ്പോൾ എന്തായാലും നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ ആർക്കോ വേണ്ടിയിട്ടാണ്, എന്തിനോ വേണ്ടിയിട്ടാണ്. അതൊന്നും നമ്മൾ നേടിയ കാര്യങ്ങളല്ല. അപ്പോൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഒരു ഉത്തരവും ഉണ്ടാവില്ല. കാരണം നിൻ്റെ കർമ്മങ്ങളൊന്നും നീയെ അനുഷ്ഠിച്ചിട്ടില്ല. അതുകൊണ്ട് അർജുന, നിന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കർമ്മമുണ്ട്. ഓരോരുത്തർക്കും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിനനുസരിച്ച് ഓരോരുത്തരും അവരവർ ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്. ആ കർമ്മം നിന്നിൽ എന്താണോ നിക്ഷിപ്തമായിരിക്കുന്നത് അത് നീ ചെയ്തേ പറ്റൂ. അവിടെ നിർബന്ധിക്കുകയാണ് ചെയ്യണേ ഭഗവാൻ. കാരണം ഇപ്പോൾ വൈദിക കർമ്മങ്ങൾ മാത്രം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം നിൻ്റെ കർമ്മം എന്താണോ അതാണ് നീ ചെയ്യേണ്ടത്. കുറേ യാഗം ചെയ്തിട്ട് കാര്യമില്ലല്ലോ യുദ്ധം വരുമ്പോൾ. അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ദോഷകരമാണ്. എന്ത് കർമ്മമായാലും അത് ചെയ്ത് ഒടുങ്ങുക തന്നെ വേണം. അപ്പോൾ കർമ്മം ചെയ്യുന്നത് അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി 9ാമത്തെ ശ്ലോകം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര.
ഈശ്വരാർപ്പണമല്ലാതെ കർമ്മങ്ങൾ ബന്ധനങ്ങളാം. അതോർത്തു സക്തനായെന്നും കർമ്മം ചെയ്യാനൊരുങ്ങുക. യജ്ഞാർത്ഥാത് കർമ്മണഃ, യജ്ഞം എന്ന നിലയിലുള്ള കർമ്മങ്ങൾ. അന്യത്ര അയം ലോകഃ കർമ്മബന്ധനഃ, അങ്ങനെ അല്ലാത്ത കർമ്മങ്ങൾ ബന്ധമാകും, കർമ്മബന്ധങ്ങളാണ്. യജ്ഞം എന്ന നിലയിൽ ചെയ്യുന്നത് വിശിഷ്ടമാണ്, അല്ലാത്തത് ബന്ധങ്ങളുണ്ടാക്കും. തദർത്ഥം കൗന്ദേയ മുക്തസംഗഃ കർമ്മസമാചാര. അതിനാൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ യജ്ഞം എന്ന നിലയിൽ വേണം ചെയ്യാൻ. അല്ലയോ അർജുന, സംഘം വിട്ട്, അതായത് ഫലം കൂടാതെ, ഫലേച്ഛ കൂടാതെ നിൻ്റെ കർമ്മം നീ നന്നായി അനുഷ്ഠിക്കൂ. ഇപ്പോൾ യജ്ഞകർമ്മങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കർമ്മങ്ങളും നമ്മളിലിങ്ങനെ വാസന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കും, നമ്മളുടെ അഭിവൃദ്ധിയും പുരോഗതിയൊക്കെ തടസ്സപ്പെടുത്തും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഭഗവാനിൽ അർപ്പിച്ച് വേണം ചെയ്യാൻ. അതാണ് യജ്ഞകർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ബന്ധങ്ങൾ തീരാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും അവസാനിക്കില്ല. അപ്പോൾ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അത് ഒന്നും കൂടെ ഊന്നി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ യജ്ഞം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? യാഗങ്ങൾ അനുഷ്ഠിക്കുകയാണ് അല്ലേ? അവിടെ എന്താണ് ചെയ്യുന്നത്? അഗ്നി കൂട്ടി അഗ്നിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹോമകുണ്ഡം ചമച്ച് അഗ്നിയിലേക്ക് ഹവിസ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സമർപ്പിച്ച ഹവിസ് അവിടുന്ന് ആരും തിരിച്ചെടുക്കാറില്ല, എടുക്കാൻ പറ്റൂല. അപ്പോൾ നിൻ്റെ കർമ്മങ്ങളെല്ലാം നീ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റേത്, നേരത്തെ പറഞ്ഞ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ചെയ്യുന്നു, എൻ്റേതാണിത്, ഇതെൻ്റെയാണ് എന്ന നിലയിലല്ലാതെ ഞാനുമില്ല എൻ്റേതുമില്ല. ആരാണെല്ലാം? ഭഗവാനാണ്. അപ്പോൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ വേണം ചെയ്യാൻ. നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളാണ് നമ്മൾ സമർപ്പിക്കുന്ന ഹവിസ്. അഗ്നി ആരാണ്? ഈ നമ്മുടെ കർമ്മങ്ങളെ മുഴുവൻ എരിച്ചു കളയുന്നതാണ് അഗ്നി, അതായത് ഭഗവാൻ. ഇവിടെ അഗ്നി ഭഗവാനാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അഗ്നിയിലേക്ക് ഹവിസ് എരിഞ്ഞു തീരുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാനിലേക്ക് അലിഞ്ഞലിഞ്ഞ് തീരണം. അങ്ങനെ ഒരു ആഗ്രഹങ്ങളും ഇല്ലാതാവുമ്പോൾ പുതിയ ഒരു ആഗ്രഹങ്ങളും ഇല്ല, അപ്പോൾ പുതിയ കർമ്മങ്ങൾ വരില്ല. അപ്പോൾ നമ്മുടെ ഭരണസഞ്ചി ഒഴിയും, എല്ലാ കർമ്മങ്ങളും തീർത്തു നമ്മൾ. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കിനി പുതിയതായിട്ട് കർമ്മങ്ങളൊന്നുമില്ല. അപ്പോൾ നീ നിസ്സംഗനായിട്ട് മാറും. അപ്പോൾ എന്താണോ നിൻ്റെ കർമ്മം, അല്ല എന്താണോ നിൻ്റെ ലക്ഷ്യം, ഇവിടെ യുദ്ധം ചെയ്യലാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം യുദ്ധം ചെയ്യുക എന്നുള്ളത് എനിക്കിപ്പോൾ വേറെ ഒരു ഉപദേശവും നിനക്ക് തരാനില്ല. ധർമ്മത്തിന് വേണ്ടിയിട്ട് കൗരവന്മാർക്കെതിരെ നമ്മൾ ആരംഭിച്ചിരിക്കുന്നതാണ് യുദ്ധം. അതാണ് നിൻ്റെ കർത്തവ്യം ഇപ്പോൾ. ഇത് ഞാൻ തീർത്തു പറയുകയാണ് അർജുന, നീ അത് ചെയ്തേ പറ്റൂ. ഈ സമയത്ത് നമ്മൾ വൈദിക കർമ്മങ്ങളെ പറ്റിയിട്ടൊന്നും ചിന്തിക്കണ്ട, കാരണം അത് മോക്ഷകരങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതല്ല നീ ചെയ്യേണ്ടത്. ആത്മാർത്ഥതയോടെ നിൻ്റെ പ്രവൃത്തികൾ ചെയ്യൂ. ഒന്നിനോടും മമതയില്ലാതെ ശത്രുപക്ഷത്ത് അണിനിരക്കുന്നത് എൻ്റെ ആളുകളാണല്ലോ എന്നുള്ള ചിന്ത നിനക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതൊരു മമതയാണ്. അതൊക്കെ വിട്ടിട്ട് അതുകൊണ്ടാണ് നിനക്കിങ്ങനെ ഓടിപ്പോണം എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അതൊക്കെ വിടൂ, മനസ്സിന്ന് അതെല്ലാം കളയൂ. അല്ലയോ കുന്തിപുത്ര, നീ അസക്തനായി കർമ്മം ചെയ്യുക. അപ്പോൾ കർമ്മം ചെയ്തേ പറ്റുള്ളൂ എന്ന് നിർബന്ധിച്ചു. ഇനിയും കൂടുതൽ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അർജുനൻ വീണ്ടും വീണ്ടും പഴുതുകളിങ്ങനെ തപ്പി നോക്കുകയാണ്. എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവാക്കാൻ പറ്റുമോ, രക്ഷപ്പെടാൻ പറ്റുമോ എന്ന്. പറ്റില്ല. കാരണം എന്താണ്? വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ്, കർമ്മയോഗമാണല്ലോ, ഹെഡിങ് തന്നെ കർമ്മയോഗമാണ്, എന്തുകൊണ്ടാണ് നീ കർമ്മം ചെയ്യണമെന്ന് പറയുന്നത് എന്ന് വീണ്ടും വീണ്ടും അടുത്ത പദ്യങ്ങളിലായിട്ടും വിശദീകരിച്ച് കൊടുക്കുകയാണ്. നമ്മൾ 9 ശ്ലോകങ്ങൾ കഴിഞ്ഞു. അടുത്തത് 10ാമത്തെ ശ്ലോകം അടുത്ത ദിവസം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുദ്ധാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.